നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആ ചടങ്ങ് നടക്കരുത്. നിന്നെ ഞാൻ ഏൽപ്പിച്ച ജോലി അതാ. അതെനിക്കറിയാം മാഡം. നിനക്ക് എന്തും ചെയ്യാം. നിന്നെ രക്ഷിക്കാൻ ഞാനുണ്ടാവും. പക്ഷേ നാളെ ഗോവിന്ദ് ലച്ചുവിന്റെ വിരലിൽ മോതിരം അണിയരുത്. മംഗലശ്ശേരി വീട് വിട്ട് എച്ചു പോകുന്നുണ്ടെങ്കിൽ നമ്മളെന്തിന് വിവാഹത്തിനെതിരെ നിൽക്കണം? നമ്മള് ശത്രുപക്ഷത്ത് ലച്ചുവിനെ കണ്ടിട്ടില്ല. എവിടുന്നോ വന്ന് മംഗലശ്ശേരിയിൽ അടിഞ്ഞ ഒരു പെണ്ണ്. അതെ, ദക്ഷയ്ക്ക് വേണ്ടത് അവളെ മംഗലശ്ശേരിയിൽ നിന്ന് ഇറക്കി വിടുക മാത്രമല്ലേ? വിവാഹം കഴിഞ്ഞാലും മംഗലശ്ശേരിയുമായുള്ള അവളുടെ ബന്ധം അവസാനിക്കുമെന്ന് നമ്പീശന് തോന്നുന്നുണ്ടോ? ഒരു മകളെ കല്യാണം കഴിപ്പിച്ച് അയക്കുന്നതിന്റെ സന്തോഷ ആ വീട്ടിലുള്ള ഓരോ ആളുകളും അനുഭവിക്കുന്നത്. ശ്രീദേവിക്ക് സ്വന്തം മകളാ ലച്ചു. ആ നിലയ്ക്ക് അവള് ഗോവിന്ദിന്റെ ജീവിതത്തിലേക്ക് പോവുള്ളൂ. അവളുടെ ഐശ്വര്യവും ഭാഗ്യവും എല്ലാം കെടാവിളക്ക് പോലെ മംഗലശ്ശേരിയെ സംരക്ഷിക്കും. എനിക്ക് വേണ്ടത് ലച്ചു എല്ലാ ബന്ധങ്ങളും അറുത്തുമാറ്റി മംഗലശ്ശേരി വീടിന്റെ പടിയിറങ്ങണമെന്ന. പിന്നൊരു തിരിച്ചുവരവ് അവൾക്കുണ്ടാവരുത്. അവള് പടിയിറങ്ങുന്നത് മനസ്സു നൊന്തു വേണം. നിറ കണ്ണുകളോടെ അവൾ ആ വീട്ടിൽ നിറങ്ങിപ്പോയ മംഗലശ്ശേരിക്ക് മുകളിൽ അശാന്തിയുടെ കാർമേഘങ്ങൾ വന്നു മൂടും. തകർച്ചയുടെ പടുകുഴിയിൽ നിന്ന് ഇപ്പൊ മംഗലശ്ശേരി ഗ്രൂപ്പ്സ് കുതിച്ചുയരാൻ കാരണം സഞ്ജുവിന്റെ മിടുക്കാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ലച്ചുവിന്റെ മിടുക്ക് തന്നെ അത്. തൊഴിലാളികളെ കുത്തിയിളക്കിയ യൂണിയൻ നേതാവ് ദിനകരൻ സമരത്തിൽ നിന്ന് പിന്മാറിയത് ലച്ചുവിന്റെ ഇടപെടൽ കൊണ്ടാണെന്ന് ചില തൊഴിലാളികൾ പറഞ്ഞ് ഞാൻ അറിഞ്ഞു. ദിനകരനുമായി ഞാൻ ഈ വീട്ടിൽ വെച്ച് സംസാരിച്ചത് ഒളിഞ്ഞു നിന്ന് ലച്ചു ഷൂട്ട് ചെയ്തിരുന്നു. ദക്ഷ എന്താ ഈ പറയണേ? ആ കുട്ടി ഇവിടെ വന്ന് എങ്ങനെ ഷൂട്ട് ചെയ്തു? ദിനകരനെ അവളത് കാണിച്ചു കൊടുത്തു. ഞങ്ങൾ തമ്മിലുള്ള സംസാരവും അയാൾ പണം വാങ്ങുന്നതും ആ വീഡിയോയിലുണ്ട്. എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ വിശ്വസിക്കും. കാരണം അവളെ ഞാൻ നന്നായി മനസ്സിലാക്കിയതുകൊണ്ട് തന്നെയാ. ഇപ്പൊ അവളുടെ സാന്നിധ്യം ഈ വീട്ടിലുണ്ടെന്ന് നിങ്ങൾ സംശയം പറഞ്ഞ ഞാനത് തള്ളിക്കളയില്ല. മംഗലശ്ശേരി തറവാടിന് വേണ്ടിയാ അവള് ജന്മം കൊണ്ടത്. പറയാൻ എനിക്കും അനുഭവങ്ങൾ ഒരുപാടുണ്ട്. എത്ര വട്ടമാണ് ഞാൻ ആ പെണ്ണിനെ തീർത്തു കളയാൻ ശ്രമിച്ചത്. മൂന്നാറിൽ വെച്ച് കൊല്ലപ്പെട്ടു എന്ന് തന്നെ ഉറപ്പിച്ചതാ. പക്ഷേ ജീവനോട് അവള് തിരിച്ചു വന്നില്ലേ? അല്ല, എന്താ ദക്ഷ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നത്? ചടങ്ങുകൾ മുടക്കാൻ തന്നെയാണോ? നാളെ മംഗലശ്ശേരിയിൽ നടക്കാൻ തീരുമാനിച്ച ആ ചടങ്ങ് നടക്കരുത്. എനിക്കത് തടഞ്ഞേ തീരൂ. നമുക്കതിന് എങ്ങനെ കഴിയും? വഴി തേടി കണ്ടെത്തണം നമ്പീശ. പയ്യന്റെ വീട്ടിൽ നിന്ന് വരുന്നവരെ എന്തെങ്കിലും കിണിപ്പെടുത്താനേ പറ്റൂ. അല്ലാതെ മംഗലശ്ശേരി കടന്നു കയറി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു ടീമിനെ പണിയേൽപ്പിക്കുന്നതാണ് നല്ലത്. ടീമായിട്ടൊന്നും വേണ്ട. ഏട്ടൻ ഒരാളെ ഏർപ്പാടാക്കി തന്നാ മതി. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ചടങ്ങിന് വരുന്നവരെ വഴിയിൽ തടഞ്ഞ് നാണം കെട്ട് പോകാൻ പാടില്ല. അല്ല, മറ്റെന്തെങ്കിലും വഴിയാ നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു വഴി
ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ഏ ആ സുനന്ദയെ മംഗലശ്ശേരിയിൽ കടത്തിവിട്ടത് അതിനൊക്കെ വേണ്ടി തന്നെയാ. ചടങ്ങിന് മുൻപ് ഗോവിന്ദിനെ മാത്രം പുറത്തിറക്കാനുള്ള കളി സുനന്ദയെ വെച്ച് ഞാൻ ചെയ്യും. അമ്മേ. അല്ല, മോൾ ഒരുങ്ങിയില്ലേ? ആ, ഞാൻ ഒരുങ്ങി അമ്മേ. ഇത്രയൊക്കെ മതി. അമ്മയെ കണ്ട അനുഗ്രഹം വാങ്ങാൻ വന്നതാ. മോൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. അത് ശരിയാ. എന്നാലും എനിക്ക് ഏറ്റവും സ്നേഹമുള്ള അമ്മയെ കണ്ട് ആദ്യം അനുഗ്രഹം വാങ്ങണമെന്ന് തോന്നി. എനിക്ക് അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ വേറെ എന്ത് സന്തോഷാ വേണ്ടത്? അമ്മേ, അമ്മ എന്നെ അനുഗ്രഹിക്കണം. എന്റെ മോൾക്ക് നല്ലതേ വരൂ. ഗോവിന്ദത്തുള്ള എന്റെ മോളുടെ ജീവിതം ഏറ്റവും സന്തോഷമുള്ളതായിരിക്കും മോളെ. എന്റെ ലച്ചുമോളെ പോലെ ഒരു പെൺകുട്ടിയെ കിട്ടിയ ഗോവിന്ദ് ശരിക്കും ഭാഗ്യവാന. നീ എന്റെ മരുമകളാകേണ്ട പെൺകുട്ടിയായിരുന്നു. അങ്ങനെയാകാത്തത് എന്റെ ഭാഗ്യദോഷം. സത്യത്തിൽ മോൾക്ക് എന്നോട് ദേഷ്യമുണ്ടോ? എന്താ അമ്മേ, അമ്മ എന്താ അങ്ങനെ ചോദിച്ചേ? ഈ കുടുംബത്തിന്റെ ഐശ്വര്യം മോള്. എനിക്ക് നിന്നെ അത്രയ്ക്ക് സ്നേഹമാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ നിന്നെ മനഃപൂർവ്വം ഈ വീട്ടിൽ പിടിച്ചു നിർത്തിയെന്ന് നിനക്ക് തോന്നിയോ? ഷോ, അമ്മ എന്തൊക്കെയാ പറയുന്നേ? അമ്മയുടെ സ്നേഹം കിട്ടുമെന്ന് പറഞ്ഞാൽ തന്നെ ഭാഗ്യമല്ലേ അമ്മേ? ഈ കുടുംബത്തിൽ എത്തപ്പെടാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യമാണ്. അമ്മയുടെ ചേച്ചിയുടെയൊക്കെ സ്നേഹത്തിന്റെ മുന്നില് ഇത്രയും നാള് കഴിയാൻ ഭാഗ്യം ഉണ്ടായില്ലേ? അത് ഏറ്റവും നല്ല കാലായിട്ടാണ് ഞാൻ കരുതുന്നത്. അമ്മേ, ഞാൻ ഇവിടുന്ന് പോയാലും എന്നെ എന്റെ അമ്മ മറക്കരുത്. എന്താ മോളെ നീ പറയുന്നേ? മോളെ ഞാൻ മറക്കാനോ? എന്നും അമ്മയോടുള്ള സ്നേഹം എന്റെ മനസ്സിലുണ്ടായിരിക്കും. ഉറപ്പാ അത്. എന്റെ സഞ്ജുവിന്റെ സ്ഥാനത്ത് തന്നെയാ ഇപ്പൊ ഗോവിന്ദും. ഇനിയും മോള് ഈ വീട്ടിൽ തന്നെ നിൽക്കണമെന്ന് ഞാൻ നിർബന്ധിക്കില്ല. ഇനിയും അങ്ങനെ ഞാൻ പറഞ്ഞ അതെന്റെ ഏറ്റവും വലിയ സ്വാർത്ഥതയാവും. ഞാൻ മോളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം. ഈ ലോകത്ത് എവിടെയായിരുന്നാലും എന്റെ മോള് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് അറിഞ്ഞാ മതി. അതെ, ഇനി ഇവിടെ എങ്ങനെ നിന്നാ പറ്റില്ല. മോള് വാ, ഞാൻ നിന്നെ ഇത്തിരി കൂടെ ഒന്ന് ഒരുക്കാം. ചടങ്ങുകൾ തുടങ്ങാറായെന്ന് തോന്നുവാ. എന്റെ മോള് സുന്ദരിയായിട്ട് പോണ്ടേ? ഞാൻ എത്ര നാളായി കൊതിച്ചതാ ഈ ദിവസം. എന്റെ ലച്ചു എന്റെ സ്വന്തമാവാൻ പോവാ. ദേവി, എന്റെ പ്രാർത്ഥന കേട്ടു. എന്റെ മനസ്സറിഞ്ഞു. എനിക്ക് ഏറ്റവും വലിയ സൗഭാഗ്യ തന്നിരിക്കുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.